മെപ്പടിയൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചൊരുക്കിയ വിഷ്ണു മോഹൻ രണ്ടാമത് ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് കഥ ഇന്ന് വരെ എന്ന് പറയുന്ന സിനിമ. വലിയ പ്രതീക്ഷകളുടെ ചിത്രം ഇന്നത്തെ തിയേറ്ററിൽ തിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാമോ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബിജു മേനോനൊപ്പം മേതിൽ ദേവിക ആദ്യമായി നായികയായിട്ടെത്തുന്ന എന്ന ഒരു പ്രത്യേകത ചിത്രത്തിനുണ്ട്. മേതിൽ ദേവികയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രമുഖ നർത്തകിയാണ്. നൃത്തരംഗത്ത് വലിയ രീതി വളർന്നെത്തിയ താരത്തിന് നായികയായിട്ടെത്തുന്ന ആദ്യ ചിത്രം എന്നൊരു പ്രത്യേകതയും കഥ ഇന്ന് വരെയുണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ട്. ചിത്രത്തിൽ ഇവർക്ക് ഒപ്പം തന്നെ നിഗ്ര വിമലും, അനുശ്രീ, അനുമോഹൻ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, കോട്ടയം രമേശ് തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എല്ലാം തന്നെ അണിനിരന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറും ടീസറും തന്നെ ഒരുക്കിയപ്പോൾ തന്നെ ചിത്രം കാണാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്ക് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിലെ തിയേറ്ററിനായിട്ട് കഴിയുമ്പോൾ മികച്ച ഗംഭീര അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രം നേടിയെടുക്കുന്നത്. മികച്ച ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ള ഒരു ലേബല് ഇപ്പോൾ കഥ ഇന്നുവരെ എന്ന് പറയുന്ന ഈ ഒരു ബിജു മേനോൻ ചിത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ നടന്ന സംഭവമായിരുന്നു ബിജു മേനോൻ നായകനായിട്ടെത്തിയ ലാസ്റ്റ് സിനിമ. അത് ഭേദപ്പെട്ട ഒരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ ഫാമിലിക്ക് വേണ്ടി വീണ്ടും ഒരുക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ് കഥ ഇന്നുവരെ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും കുട്ടികളും കുടുംബമായിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ തന്നെയാണ് കഥ ഇന്നുവരെ എന്ന് പറയുന്ന സിനിമ. ചിത്രം ഈ ഒരു വർഷത്തെ മറ്റൊരു ഓണക്കാലത്ത് റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ കൂടെ ഒരു വിജയമായിട്ട് മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ഷോകൾക്കായിട്ട്. അപ്പം ബിജു മേനോൻ നായകനായിട്ടെത്തിയ കഥ ഇന്നുവരെ എന്ന് പറയുന്ന സിനിമ നിങ്ങളും തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.